Hello dear aspirants, welcome to Super Notes powered by Civilians. നമ്മൾ കഴിഞ്ഞ കുറേ സെഷൻസായിട്ട് ചെയ്തു വരുന്ന വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ എക്കണോമിക്സിൻ്റെ PYQ സോൾവിങ് സെഷനാണ്. അപ്പം ഇത് PYQ നേരെ അങ്ങ് സോൾവ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്, ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇതൊക്കെ പറഞ്ഞ ശേഷമാണ് നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിരുന്നു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ബഡ്ജറ്റ് എന്നുള്ളത്, നിങ്ങൾക്ക് കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് തന്നെയാണ്. ഓക്കെ, ബഡ്ജറ്റ് മീൻസ് വാട്ട്? ടെക്നിക്കലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വരവും ചെലവും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ റെസിപ്റ്റ്സ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നിങ്ങൾ പറയും, അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമെങ്കിലും എന്താണ് ഒരു ബഡ്ജറ്റ് എന്നുള്ളൊരു ചോദ്യം വരുമ്പം നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ടൂറ് പോകണം, എന്താണ് ബഡ്ജറ്റ്? ആ ടൂറ് പോകാൻ ആവശ്യമായിട്ടുള്ള ആകെ ചിലവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. വീട്ടിലൊരു കല്യാണം, എന്തോ ബഡ്ജറ്റ്? ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തലേന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന ആകെ ചിലവാണ് നമ്മുടെ ബഡ്ജറ്റ്. സോ ലിറ്ററലി സ്പീക്കിംഗ് ബഡ്ജറ്റ് മീൻസ് വാട്ട്, അല്ലെ ബഡ്ജറ്റ് ഇംപ്ലൈസ് വാട്ട്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അല്ലേ? അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. വരവ് നോക്കി ചിലവ് ചെയ്യണോ, അതോ ആദ്യമേ ചിലവ് മനസ്സിലാക്കിയിട്ടാണോ വരവ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ പൊതുവെ ഉദ്യോഗാർത്ഥികൾ പറയുന്നൊരു മറുപടി, വരവ് നോക്കി ചിലവ് ചെയ്യണം. അങ്ങനല്ല, ആദ്യമേ ചിലവാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഇതാ നോക്കൂ, നമ്മുടെ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2025-26 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത് 50,65,345 കോടി രൂപയാണ്. 50,65,345 കോടി രൂപയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഇതാ നോക്കൂ, അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന ഫിഗറും ഡിറ്റോ എക്സാക്ട്ലി സെയിം തന്നെയല്ലേ? ഇതാണ് ടോട്ടൽ റെസിപ്റ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസിപ്റ്റ്സും തുല്യമാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബഡ്ജറ്റ് കമ്പോണൻസ് കണ്ടിരുന്നു. ബഡ്ജറ്റ് കമ്പോണൻസിൻ്റെ ഭാഗമായിട്ട് റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പ്ലോട്ട് ചെയ്ത് പഠിച്ച റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ റവന്യൂ, ക്യാപിറ്റൽ. ഇപ്പോൾ ഇവിടെ റവന്യൂ റെസിപ്റ്റ്സ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ സമ്മാണെന്ത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ സമ്മാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈ വർഷത്തെ നമ്മുടെ ആനുവൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ 50.65 ലക്ഷം കോടി രൂപയാണെന്ത്? നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത്. ഇനി അത് ഞാൻ ഡിനോമിനേറ്ററിൽ പ്ലേസ് ചെയ്തു. ഇതിനി ടോട്ടൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ള റവന്യൂ റെസിപ്റ്റ്സ് കൊണ്ടും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കൊണ്ടും നമുക്ക് മീറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മീറ്റ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയാണ്? ഇതിൻ്റെ അകത്തെ ക്ലൈമാക്സ് ആദ്യമേ തന്നെ മനസ്സിലായി, എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ റെസിപ്റ്റ്സ് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി അത് എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ നോക്കൂ, റവന്യൂ റെസിപ്റ്റ്സിൽ എന്തൊക്കെയുണ്ട്? റവന്യൂ റെസിപ്റ്റ്സിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ പഠിച്ച പോലെ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ആകെ കണ്ടെത്തേണ്ട 50.65 ലക്ഷം കോടി രൂപയിൽ ടോട്ടൽ നെറ്റ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് 28.3 ലക്ഷം കോടി രൂപയാണ്. 28.37 ലക്ഷം കോടി രൂപയാണ്. നോൺ ടാക്സ് റവന്യൂ ആയിട്ട് കണക്കാക്കുന്നത് എത്രയാണ്? 5.83 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഈ റവന്യൂ റെസിപ്റ്റ്സിൻ്റെ സം എത്ര വന്നു? 34.2 ലക്ഷം കോടി രൂപ വന്നു. വീണ്ടും പറയുന്നു, ആകെ കണ്ടെത്തേണ്ട തുക 50.65 ലക്ഷം കോടി രൂപയാണ്. അതിൽ റവന്യൂ റെസിപ്റ്റ്സ് എല്ലാം കൂടെ എത്രയേ വന്നുള്ളൂ? 34.2 ലക്ഷം കോടി രൂപ വന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അല്ലേ? ടോട്ടൽ സമ്മ് വരേണ്ടത് എത്രയാണ്? 50.65 ലക്ഷം കോടി രൂപയാണ് വരേണ്ടത്, അല്ലേ? റവന്യൂ റെസിപ്റ്റ്സ്, ടാക്സ് റെസിപ്റ്റ്സും നോൺ ടാക്സ് റെസിപ്റ്റ്സും കൂടെ ആയപ്പോൾ തന്നെ എത്ര ആയി? 34.2 ലക്ഷം കോടി രൂപയെ ആയുള്ളൂ. എത്രയായുള്ളൂ? 50.6 വേണ്ടടുത്ത് എത്ര വന്നുള്ളൂ? 34.2 ലക്ഷം കോടി രൂപയെ ആയിട്ടുള്ളൂ. അപ്പോൾ എത്രൻ്റെ ഷോർട്ടേജ് ഉണ്ട്? ഏകദേശം ഒരു 16 ലക്ഷം കോടി രൂപയുടെ ഷോർട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ. അപ്പം റവന്യൂ റെസിപ്റ്റ്സ് കഴിഞ്ഞു.
34.2 ലക്ഷം കോടി രൂപ ആയപ്പോഴത്തേക്കിന് എന്ത് കഴിഞ്ഞു? റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ടുള്ള ടാക്സ് റെസിപ്റ്റ്സും നോൺ ടാക്സ് റെസിപ്റ്റ്സും കഴിഞ്ഞു. ഇനി എങ്ങോട്ട് പോകേണ്ടി വരും? ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ്സിലോട്ട് പോകേണ്ടി വരും. ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ലയബിലിറ്റി ആയി തീരും, അല്ലെങ്കിൽ അസറ്റ് ലോസ് ഉണ്ടാവും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ വരുമാനം അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുന്നതോ ഇനി ബാധ്യതയല്ലാത്ത പക്ഷം ഗവൺമെൻറ്റിൻ്റെ ആസ്തി നഷ്ടപ്പെടുത്തുന്നതോ ആണ്. സോ അത്തരം റെസിപ്റ്റുകളെ അല്ലെ അത്തരം തുകകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്? റിക്കവറി ഓഫ് ലോൺ. നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് റിക്കവറി ഓഫ് ലോൺ എന്താണെന്ന് പഠിച്ചു, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെന്ന് പഠിച്ചു. ഇതാ നോക്കി, ഈ 6ാമത്തെ എൻട്രി നോക്കേ, അതർ റെസിപ്റ്റ്സ്. അതർ റെസിപ്റ്റ്സ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് അതർ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ അതർ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു പേരില്ല, മറിച്ച് എന്താണ് കിടക്കുക? നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ അതർ റെസിപ്റ്റ്സ് എന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീഡ്സിനെ വിളിക്കുന്നത്. സോ അത് രണ്ടും കൂടെ എത്രയുള്ളെന്ന് നോക്കേ, 29,000 കോടിയും 47,000 കോടിയും. അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 ലക്ഷം കോടി പോലും ഇല്ല. അതായത് സംസ്ഥാനങ്ങൾക്കും മറ്റും കൊടുത്തിരിക്കുന്ന ലോണുകൾ തിരിച്ചു പിടിക്കുന്ന ഇനത്തിൽ 29,000 കോടിയാണ് ഈ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചുകൊണ്ട്, അതായത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന പ്രൊസീഡായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് 47,000 കോടിയാണ്. സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 47ഉം 29ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ഏകദേശം 47ഉം 30ഉം ആകുമ്പോൾ എത്ര? 47ഉം 30ഉം 40, 30, 70, 79, 78,000 കോടിയല്ലേ വരുന്നുള്ളൂ അല്ലേ? സോറി, 97, 16, 1, 76,000 കോടി. എത്രയാണ്? 76,000 കോടി രൂപ അല്ലേ? 76,000 കോടിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം കോടി പോലും എന്തില്ല ഈ ക്യാപിറ്റൽ റെസിപ്റ്റ്സിലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീഡ്സ് ആയിട്ടും അതുപോലെ തന്നെ റിക്കവറി ഓഫ് ലോൺ ആയിട്ടും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തേണ്ട ഏകദേശം 16 ലക്ഷം കോടിയിൽ അത്ര തന്നെ തുക ബാക്കി നിൽക്കുകയാണ്. അതിന് എന്ത് ചെയ്യേണ്ടി വരും? അത് നിങ്ങൾ ബോറോ ചെയ്യേണ്ടി വരും. അതെന്ത് ചെയ്യേണ്ടി വരും? ബോറോ ചെയ്യേണ്ടി വരും. അപ്പം ഇക്കൊല്ലം നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക്, അതായത് ഈ മാർച്ച് 31 അവസാനിച്ച് ഏപ്രിൽ 1 ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റിൽ ഏകദേശം 15.68 ലക്ഷം കോടി രൂപയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കടമെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന. ആ ബോറോയിങ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ ആദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ആണ്. അതിൽ FRBM ആക്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത വഴിക്ക് നിങ്ങൾ റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് മറ്റ് ചില ഡെഫിസിറ്റുകളും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈമറി ഡെഫിസിറ്റ് എന്താണ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്. കാരണം ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിൽ കഴിഞ്ഞ 2024 പ്രിലിംസിൽ ഈ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ നിന്ന് തന്നെ, ഈ ബഡ്ജറ്റ് ഫണ്ടമെൻറ്റൽസിൽ നിന്ന് എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു ചോദ്യം വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സോ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് ശേഷം നമ്മൾ പറഞ്ഞു നെറ്റ് ടാക്സ് റവന്യൂ 28.37 ലക്ഷം കോടി രൂപയാണെന്ന് പറഞ്ഞല്ലേ. സോ 28.37 ലക്ഷം കോടി രൂപ, അതാണല്ലോ ആകെ നികുതി വരുമാനം. അതിൽ നിങ്ങൾക്ക് ചോദ്യം വരും, നികുതി വരുമാനത്തിൽ തന്നെ വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ തുക കണ്ടെത്തുന്നത് ഏത് നികുതി വരുമാനം മുഖേനയാണ്, അല്ലെങ്കിൽ ഏത് നികുതിയാണ് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ നിങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യം വരും. ഇല്ലെങ്കിൽ ABCD ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് ഏത് നികുതി ഇനത്തിലാണെന്നുള്ള ചോദ്യം വരും. ഇനി നികുതി മാത്രമല്ലല്ലോ വരുമാനം എന്ന് പറയുന്നത്, നികുതിയുണ്ട്, നികുതി ഏതരമുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും റിക്കവറി ഓഫ് ലോണും ബോറോയിങ്സും ഉണ്ട്. അപ്പം റെസിപ്റ്റ് സൈഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരവ് എങ്ങനെയാണെന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ചോദ്യം ശ്രദ്ധിക്കുക, ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻഡിച്ചർ സൈഡിൽ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ ഏതാണ് എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ജനറലി ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. കാരണം ഈ ചോദ്യം വരുന്ന അത്രയും വർഷം വരെയും, അതായത് കഴിഞ്ഞ ബഡ്ജറ്റ് വരെയും നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് ഒരു പൊതുവായ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് എക്സ്പെൻഡിച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടായി. NDA മുന്നണി ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം നേടാതെ അവർക്ക് ഭരിക്കാനായിട്ട് പിന്തുണ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ സഹായം കൂടി ആവശ്യം വന്നപ്പോൾ നമുക്കറിയാം ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഒക്കെ അവരെ സഹായിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ ബഡ്ജറ്റിലോട്ട് ഇങ്ങോട്ട് നോക്കുമ്പം ഈ സ്പെഷ്യൽ പാക്കേജും മറ്റ് ഗ്രാൻറ്റും ഒക്കെ ആയിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനേക്കാളും കൂടുതൽ കഴിഞ്ഞ 2024-25 ബഡ്ജറ്റ് ആണെങ്കിലും 2025-26 ഇപ്പോഴത്തെ ബഡ്ജറ്റ് ആണെങ്കിലും എന്താണ് ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് അല്ല. ഈ ചോദ്യം ചോദിച്ചിടം വരെയും ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഇപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം സ്റ്റേറ്റ് ഷെയർ ആണ് സിംഗിൾ ലാർജസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ്? യൂണിയൻ ബഡ്ജറ്റിലെ റവന്യൂ ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റെസിപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. വരവിൽ നോക്കുമ്പം ആ ചോദ്യം ചോദിച്ച വർഷമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ വർഷത്തെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2022-23 ബഡ്ജറ്റിലെ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റെസിപ്റ്റ് ഏതാണെന്നുള്ളത് ഇൻകം ടാക്സ്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, GST, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. ഓക്കെ, അപ്പം ടാക്സിൽ ഏറ്റവും വലിയ ടാക്സ് ഏതെന്നല്ല ചോദ്യം, ടോട്ടൽ റെസിപ്റ്റ്സിൽ തന്നെ ഏറ്റവും വലിയ റെസിപ്റ്റ് ഏതെന്നാണ് ചോദ്യം. അങ്ങനെ വരുമ്പം അവിടെ ഉത്തരം കടമെടുത്ത തുകയായിട്ടുള്ള ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ നിറ്റിഗ്രിറ്റീസ് ആണ് കവർ ചെയ്യുന്നത്. ഇതാ നോക്കൂ, അടുത്ത ചോദ്യം നോക്കൂ. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫിസ്ക്കൽ പോളിസി, കാരണം ഫിസ്ക്കൽ പോളിസി എന്നുള്ളത് എക്സ്പ്ലിസിറ്റ്ലി നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ ടേം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിസ്ക്കൽ പോളിസി എന്നുള്ളത്. അപ്പോൾ എന്താണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി, അതുപോലെ തന്നെ എന്താണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, അത് ആസച്ച് തന്നെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ, ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് ആർ, പലരും അതൊന്ന് ഈ ചോദ്യം ചോദിച്ച വർഷം അത് അറ്റൻഡ് ചെയ്തില്ല. ഫിസ്ക്കൽ പോളിസിയുടെ ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു ഫിലോസഫി ആണ്, അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സിൻ്റെ ഭാഗമായിട്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഈ 2 ചോദ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെവിടെ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ വരവും ചിലവും നോക്കാം. ഈ വർഷത്തെ വരവും ചിലവും, കാരണം നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഏതൊരു വർഷത്തെ ബഡ്ജറ്റ് എടുത്താലും, അത് സംസ്ഥാന ഗവൺമെൻറ്റിലെ ബഡ്ജറ്റ് ആണെങ്കിലും തന്നെ, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കേരള എക്കണോമി പഠിക്കുന്ന സമയത്ത് SONTR എന്നൊക്കെ പഠിക്കും, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ, സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ എന്നൊക്കെ പഠിക്കും. സോ ഉദാഹരണത്തിന് സെക്രട്ടറി ട്രസ്റ്റിൻ്റെ മെയിൻസിൽ സ്റ്റേറ്റ് ഫിനാൻസിൽ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ സിലബസിലുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ ട്രെൻഡ് അനലൈസ് ചെയ്യാനുള്ള ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ചാപ്റ്ററിൽ പൊതുവേ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്ന്, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതായത് ബഡ്ജറ്റ് കമ്പോണൻസ്, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്, ടെർമിനോളജീസ്, ഇത് ക്വസ്റ്റ്യനായിട്ട് വരാം. രണ്ടാമത്തത് ബഡ്ജറ്റിലെ ഈ ഓരോ വർഷത്തിലെയും ബഡ്ജറ്റിലെ കണക്ക് വെച്ചിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് ചോദ്യമായിട്ട് വരാം. ഇനി ഫിസ്ക്കൽ പോളിസി എന്നുള്ളത് സിലബസിൽ മെൻഷൻഡ് ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റിലെ ഫിസ്ക്കൽ പോളിസി, അതായത് വരവും ചെലവിനെയും ബാധിക്കുന്ന നയങ്ങൾ, FRBM ആക്ട് തൊട്ട് ആ പോളിസിയിൽ എടുക്കുന്ന അതിൻ്റെ ഫിലോസഫി, ഞാൻ നേരത്തെ നിങ്ങൾ കണ്ട ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്താണ്, കോൺട്രാക്ഷണറി പോളിസി എന്താണ്, എക്സ്പാൻഷണറി പോളിസി എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ റെസിപ്റ്റ് സൈഡിൽ ഇപ്പം നിങ്ങൾ ഈ എക്സസൈസ് എൻ്റെ ഒപ്പം ഒന്ന് ചെയ്യണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗേഴ്സ് ആസച്ച് നിങ്ങൾക്ക് ചോദിക്കത്തില്ല കേട്ടോ. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ ആസച്ച് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഈ നേരത്തെ കണ്ട പോലെ ഒരു വർഷം തന്നിട്ട് ഒരു ബഡ്ജറ്റ് തന്നിട്ട് ഏറ്റവും വലിയ റെസിപ്റ്റ് ഏതാണ്, അതിൽ തന്നെ ടാക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സസൈസ് ഒന്ന് ബോധ്യപ്പെടണം, നിങ്ങൾക്കൊന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയാണ്. അതാ നോക്കൂ, ഇതാണ് റവന്യൂ റെസിപ്റ്റ്സിലെ ടാക്സ് റെസിപ്റ്റ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ കോർപ്പറേഷൻ ടാക്സ്, നമുക്ക് 5 മേജർ ടാക്സസ് ആണ് പഠിക്കാനുള്ളത്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസിൽ നിന്ന് നമുക്ക് 5 മേജർ ടാക്സസ് ബഡ്ജറ്റിൽ ഓർത്തിരിക്കാനുണ്ട്. അതുകൊണ്ട് അവറ്റകളെ വിളിക്കുന്ന പേര് മേജർ ടാക്സ് എന്ന് തന്നെയാണ്. ഈ മേജർ അല്ലാത്ത ടാക്സുകളെ വിളിക്കുന്ന പേര് പേപ്പർ ടാക്സുകൾ എന്നാണ്. സോ മേജർ ടാക്സസും ഉണ്ട്, പേപ്പർ ടാക്സസും ഉണ്ട്. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു, 5 ടാക്സസ് മേജർ ടാക്സസ് ആണ്. എന്തുകൊണ്ടായിരിക്കും അതിനെ മേജർ ടാക്സസ് എന്ന് വിളിക്കുന്നത്? ഓഫ് കോഴ്സ് ഇൻ ടേംസ് ഓഫ് കളക്ഷൻ അതായിരിക്കും എന്ത്, ലയൺ ഷെയർ ഓഫ് കളക്ഷനിൽ വരുന്ന ആ കളക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടാക്സസ് ഈ 5 ടാക്സസ് ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ളവ സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ടാക്സ് ആണ്. പക്ഷേ അതിൽ നിന്നുള്ള കളക്ഷൻ തുച്ഛമായതുകൊണ്ട് തന്നെയാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്,
പേപ്പർ ടാക്സുകൾ എന്ന് വിളിക്കുന്നത്. ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഇൻ ടേംസ് ഓഫ് കളക്ഷൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ 5 ടാക്സസ് ഈ കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പം 5 മേജർ ടാക്സസിൽ 3 ആദ്യമേ ഡയറക്റ്റ് ടാക്സിൽ തുടങ്ങാം. 2 ഡയറക്റ്റ് ടാക്സ് ആണ്. 2 എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. 3 ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. 3 ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർ, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി ഭാരം കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്ത, പൊതുവെ വെൽത്തിന് ഇടുന്ന ടാക്സേഷൻ ഓൺ വെൽത്ത് അല്ലെങ്കിൽ ടാക്സേഷൻ ഓൺ ഇൻകം ആണെന്ത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലാസിക് എക്സാമ്പിളാണ് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും. സോ 2 മേജർ ടാക്സസ് ഉണ്ട്. അതിൽ 5 മേജർ ടാക്സസിൽ 2 ഡയറക്റ്റ് ടാക്സസ് ആണെന്ന് പറഞ്ഞു. കോർപ്പറേഷൻ ടാക്സ് അല്ലെ കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ആണ്. ഔട്ട് ഓഫ് 5 മേജർ ടാക്സസിലെ 2 ഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണ്? കോർപ്പറേഷൻ ടാക്സും അതുപോലെ തന്നെ ഇൻകം ടാക്സും. ഓക്കെ, ടാക്സസ് ഓൺ ഇൻകം. ഇനി നമുക്ക് 3 ഇൻഡയറക്റ്റ് ടാക്സസ് കൂടെ 5 മേജർ ടാക്സസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കേ. ഒന്ന് കസ്റ്റംസ് ഡ്യൂട്ടി, അടുത്തത് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ട് GST. അപ്പോൾ ഈ 5 ടാക്സസ് നിങ്ങൾ ഓർത്താൽ മതി. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ബാക്കിയൊന്നും കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. കളക്ഷൻ ഇൻ ടേംസ് ഓഫ് കളക്ഷൻ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയാണ്. മൊത്തം 5 ടാക്സസ് ആണ് മേജർ ടാക്സസ് ആയിട്ട് വരുന്നത്. അതിൽ 2 ഡയറക്റ്റ് ടാക്സസ് ആണ്, 3 ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. ഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സും ആണ്. ഇൻഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ GST ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് ഇതിലെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള 2025-26 ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഇതിൽ നിന്നുള്ള വരവ് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ടാക്സ് ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. കോർപ്പറേഷൻ ടാക്സ് എത്രയാടേ? കോർപ്പറേഷൻ ടാക്സ് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10.82 ലക്ഷം കോടി രൂപയാണ്. ഇൻകം ടാക്സ് ഇനത്തിൽ 14.38 ലക്ഷം കോടി രൂപയാണ് ഇൻകം ടാക്സ് ഇനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി വന്നിട്ട് 2.4 ലക്ഷം കോടി രൂപയേ ഉള്ളൂ. എക്സൈസ് ഡ്യൂട്ടി 3.17 ലക്ഷം കോടി രൂപയാണ്. ഇനി GST എത്ര വരുന്നുണ്ടെന്ന് നോക്ക്. GST 11.78 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ 5 മേജർ ടാക്സസും ആയല്ലോ. ഇതിൽ ഏറ്റവും വലിയ ടാക്സ് ഏതാണ്? ഇൻ ടേംസ് ഓഫ് കളക്ഷനിൽ ഏറ്റവും വലിയ ടാക്സ് ഏതാ? ഇൻകം ടാക്സ് അല്ലേ ഒന്നാം സ്ഥാനത്ത്. 14.38 ലക്ഷം കോടി രൂപയാണ് അടുത്ത വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ ഇൻകം ടാക്സ് ഇനത്തിൽ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, അടുത്ത സാമ്പത്തിക വർഷത്തിൽ അടുത്ത ബഡ്ജറ്റിൽ ഏറ്റവും വലിയ ടാക്സ് വരുമാനം ഏത് ടാക്സ് ഇനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാക്സിനെ പറ്റിയാണ് ചോദ്യമെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കണം? ഉത്തരം ഇൻകം ടാക്സ് ആയിരിക്കണം. ഓപ്ഷൻ ഇൻകം ടാക്സ് കാണും, കോർപ്പറേഷൻ ടാക്സ് കാണും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് കാണും, GST കാണും, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കാണും. ആൻസർ ഏതാണ്? ആൻസർ ഇൻകം ടാക്സ് ആണ്. എത്രയാണ് കളക്ഷൻ വരുന്നത്? 14.38 ലക്ഷം കോടി രൂപയാണ് എന്ത് വരുന്നത്? ഇൻകം ടാക്സിൻ്റെ കളക്ഷൻ വരുന്നത്. രണ്ടാം സ്ഥാനം ഏതാണെന്ന് നോക്കി പറഞ്ഞേ. രണ്ടാം സ്ഥാനത്ത് GST അല്ലേ? 11.78 ലക്ഷം കോടി രൂപയാണെന്ത് GST ഇനത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. എത്രയാണ്? 11.78 ലക്ഷം കോടി രൂപയാണ് രണ്ടാം സ്ഥാനത്ത് GST. മൂന്നാം സ്ഥാനത്താണ് ഏത് വരുന്നത്? മൂന്നാം സ്ഥാനത്ത് കോർപ്പറേറ്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ടാക്സ്. 10.82 ലക്ഷം കോടി രൂപ. നാലാം സ്ഥാനത്ത് വരുന്നത് ഏതാണ്? നാലാം സ്ഥാനത്ത് വരുന്നത് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയാണ്. പ്രോസസ്സിങ്ങിനും റിഫൈൻമെൻറ്റിനും ഒക്കെ ഇടുന്ന ടാക്സ് ആണ്. മാനുഫാക്ചറിങ്ങിനും പ്രോസസ്സിങ്ങിനും റിഫൈൻമെൻറ്റിനും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് എക്സൈസ് ഡ്യൂട്ടി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. അതാണ് നാലാം സ്ഥാനത്ത് വരുന്നത്. അഞ്ചാം സ്ഥാനമാണ് എന്തിനുള്ളത്? അഞ്ചാം സ്ഥാനമാണ് നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിക്കുള്ളത്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കാണാതെ പഠിക്കണ്ട. നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം എഴുതി പോവുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് ലെക്ചർ നോട്ട് പോലെ ജോട്ട് ഡൗൺ ചെയ്തോളൂ. അല്ലാത്ത പക്ഷേ നിങ്ങൾ ഈ ഓർഡർ അറിഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞ ഓർഡർ ഏതൊക്കെയാണ്? ഒന്നാം സ്ഥാനം ഏതാണ്? ഒന്നാം സ്ഥാനം ഇൻകം ടാക്സ് ആണ്. രണ്ടാം സ്ഥാനം GST ആണ്. മൂന്നാം സ്ഥാനം കോർപ്പറേറ്റ് ടാക്സ് ആണ്. നാലാം സ്ഥാനം യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയാണ്. ഏറ്റവും ലാസ്റ്റാണ് ആര്? ലാസ്റ്റാണ് ഈ പറയുന്ന നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. സോ ഇതാണ് ഈ വർഷത്തെ ഓർഡർ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ട്രെൻഡ് അനലൈസ് ചെയ്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ടാക്സ് കളക്ഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് വർധനവ് ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിൽ തന്നെ
വ്യക്തിഗത വരുമാന നികുതിയിൽ വർധനവുണ്ടായെന്നുള്ളത് ഒരു ഭരണ മികവായിട്ട് തന്നെ ഗവൺമെൻറ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ ഈ വർധനവ് ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഓർത്തോണം, ഇൻകം ടാക്സിൻ്റെ പരിധി കൂട്ടിയിട്ട് പോലും, ഇൻകം ടാക്സിൻ്റെ പരിധി നമ്മൾ വർദ്ധിപ്പിച്ചിട്ട് പോലും വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നത് ഏതിനത്തിലാണ്? ഇൻകം ടാക്സിൻ്റെ ഇനത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൻ്റെ അനാലിസിസ്? റെസിപ്റ്റ് സൈഡിൽ ടാക്സിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതറിയാമെങ്കിൽ ഇതാ നോക്കൂ, ഇങ്ങനെ ഒരു പൈ ചാർട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ കാണാൻ പറ്റും. റുപ്പി കംസ് ഫ്രം, അതിൻ്റെ ഹെഡിങ് എന്താണ്? റുപ്പി കംസ് ഫ്രം എന്നാണ് അതിൻ്റെ ഹെഡിങ് അല്ലേ. കേന്ദ്ര ഗവൺമെൻറ്റിന് 1 രൂപ കിട്ടുമ്പോൾ അതിൽ എത്ര പൈസയാണ് കോർപ്പറേഷൻ ടാക്സ്, എത്ര പൈസയാണ് ഇൻകം ടാക്സ്, എത്ര പൈസയാണ് GST, എത്ര പൈസയാണ് ബോറോ ചെയ്തിരിക്കുന്നത്, എത്ര പൈസയാണ് മറ്റ് നോൺ ടാക്സ് ഇനത്തിൽപ്പെടുന്ന വരുമാനം, എത്ര പൈസയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റുപ്പി കംസ് ഫ്രം എന്നുള്ള ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷത്തിലെ വിവരമാണ് ഇതുള്ളത്. ഇതാണ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലെ 1 റുപ്പിയുടെ പൈ ചാർട്ട്. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ടേംസിൽ 17 മീൻസ് എന്താണ്, 1 രൂപയിൽ ഇത്ര പൈസ എന്ന് പറയുന്ന പോലെ 100% ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള ടേംസിലും ഈ ക്വസ്റ്റ്യൻ വരാം. ശരിക്കും നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ റുപ്പി കംസ് ഫ്രം 1 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുമ്പോൾ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഈ പൈ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ നോക്കേ, നമ്മൾ കഴിഞ്ഞ റെസിപ്റ്റ് സൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത്, ടാക്സ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ടാക്സ് ഇനത്തിൽ ഏറ്റവും വലുത് ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ടാക്സ് ഇനത്തിൽ ഏറ്റവും വലുത് ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഇവിടെ എത്രയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ 1 രൂപയിൽ അതായത് 100 പൈസയാണല്ലോ 1 രൂപ, 22 പൈസയാണ് ഇൻകം ടാക്സ്. ഓക്കെ, 2ാം സ്ഥാനത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? 2ാം സ്ഥാനത്ത് GST അല്ലായിരുന്നോ? GST എത്ര പൈസയാണെന്ന് നോക്കേ. ഇൻകം ടാക്സ് 22 പൈസ. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന GST 18 പൈസ. 3ാം സ്ഥാനത്തുണ്ടായിരുന്ന കോർപ്പറേഷൻ ടാക്സ് 17 പൈസ. ഓക്കെ, ഇനി 4ാം സ്ഥാനത്ത് ആരായിരുന്നു? 4ാം സ്ഥാനത്ത് എക്സൈസ് ഡ്യൂട്ടി ആയിരുന്നു. എക്സൈസ് ഡ്യൂട്ടി 5 പൈസ, കസ്റ്റംസ് ഡ്യൂട്ടി 4 പൈസ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ട്രെൻഡ് അതുപോലെ തന്നെ പൈസ ടേംസ് വരികയാണ്. ഇതിന് ഈ ചോദ്യം ചിലപ്പം പെർസെൻറ്റേജ് ടൈംസ് ചോദിക്കാം. ഇൻകം ടാക്സ് 22%, GST 18%, കോർപ്പറേഷൻ ടാക്സ് 17%, എക്സൈസ് ഡ്യൂട്ടി 5%, കസ്റ്റംസ് ഡ്യൂട്ടി 4%. പെർസെൻറ്റേജിലായിട്ടും വരാം, പൈസ കണക്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് 1 രൂപയുടെ കണക്ക്. ഇത് ടാക്സ് ആണ്. പക്ഷേ നമുക്കറിയാം റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് മാത്രമല്ലല്ലോ, റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ് മാത്രമല്ലല്ലോ, അതിൽ അല്ലെങ്കിൽ ടാക്സ് മാത്രമല്ലല്ലോ ഉള്ളത്. റവന്യൂ റെസിപ്റ്റ് തന്നെ ടാക്സും ഉണ്ട്, നോൺ ടാക്സും ഉണ്ട്. ഇനി റവന്യൂ റെസിപ്റ്റ്സ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ ഇനത്തിൽ ഈ റിക്കവറി ഉണ്ട്, ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബോറോയിങ്സും ഉണ്ട്. അപ്പോൾ ചോദ്യം ടാക്സിനെ പറ്റിയല്ല, റെസിപ്റ്റ് തന്നെ ഏറ്റവും വലിയ റെസിപ്റ്റ് ഏതാണെന്നാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആൻസർ മാറും. കാരണം എന്താ നോക്കേ, ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ് അത് എത്ര പൈസയാണ്? അത് 24 പൈസയാണ്. എത്ര പൈസയാണ്? 24 പൈസയാണ്. സോ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പൈ ചാർട്ടിൽ അടങ്ങിയിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ എൻറ്റിറ്റീസും അല്ലെങ്കിൽ ടാക്സ് ആയിട്ടും നോൺ ടാക്സും ആയിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ള എല്ലാ എൻറ്റിറ്റീസിലും വെച്ച് ഏറ്റവും വലിയ കമ്പോണൻ്റ് അല്ലെ ആ ലാർജസ്റ്റ് പൈ എന്ന് പറയുന്നത് ഏതാ? ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ്. സോ റെസിപ്റ്റ് ഇൻ ജനറൽ ചോദിക്കുകയാണെങ്കിൽ ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസും, ടാക്സിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇൻകം ടാക്സും ആണ് ഉത്തരം. സോ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് റുപ്പി കംസ് ഫ്രം എന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്തത് ഇനി അത് നമുക്ക് വേണമെങ്കിൽ ശരിയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഇതായിരുന്നല്ലോ നമ്മുടെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഡോക്യുമെൻറ്റ്. ഇതിൽ നോക്കൂ, ഇവിടെ നെറ്റ് ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് 28.37 ലക്ഷം കോടി രൂപ. ഓക്കെ, അതിൻ്റെ അകത്ത് എല്ലാ ടാക്സും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരത്തില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാക്സിൽ തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, GST, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തായിരിക്കും തരുന്നത്. അതുകൊണ്ട് ഇത് അടങ്കലാണ് 28.37 ലക്ഷം കോടി രൂപ. അതാണ് നെറ്റ്. കാരണം സ്റ്റേറ്റ് ഷെയറും ബാക്കി ഡിസാസ്റ്റർ ഫണ്ടിലോട്ടും ഒക്കെ പോയിട്ട് ബാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് വിനിയോഗിക്കാൻ പറ്റുന്ന അൺടൈഡ് ഫണ്ടിനെയാണ് നമ്മൾ നെറ്റ് ടാക്സ് റവന്യൂ എന്ന് വിളിക്കുന്നത്. അതെത്രയാണ്? 28.37 ലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ അകത്ത് വിവിധ ടാക്സുകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കേ, നമ്മളതിൻ്റെ ഫിഗറും വാല്യൂ ഒക്കെ നമ്മൾ കണ്ടതുമാണ്.
അതിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടാക്സ് റവന്യൂ ഏതായിരുന്നു? ഇൻകം ടാക്സ് ആയിരുന്നു. 14 പോയിന്റ് സംതിങ് ആയിരുന്നു അല്ലേ, 14 പോയിന്റ് സംതിങ് ലക്ഷം കോടി രൂപയായിരുന്നു. ഇവിടെ ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റി എത്രയാണ് എമൗണ്ട് നോക്കണേ, 15.68 ലക്ഷം കോടി രൂപയാണ്. സോ ക്ലിയർലി ലാർജസ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ഒരു സിംഗിൾ ഐറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്? ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ഇവിടെ ഈ ടാക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്ന എഗെയിൻ ഞാൻ പറയാണ് ഡൗട്ട് ഉള്ളവരടുത്ത്, അത് എല്ലാ ടാക്സും കൂടെ ചേർന്നിട്ടുള്ള നെറ്റ് വാല്യൂ ആണ് കിടക്കുന്നത്. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ, ടാക്സിൽ തന്നെ ഏതെന്നുള്ള ചോദ്യം വരത്തുള്ളൂ. അങ്ങനെ വരുമ്പം ടോട്ടൽ റെസിപ്റ്റ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് നേരത്തെ ആ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇപ്പോൾ ആ ചോദ്യം ഇവിടെ ഈ കോണ്ടെക്സ്റ്റിലും സോൾവ് ചെയ്തേ. ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇനി ഒന്ന് സോൾവ് ചെയ്തേ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ ഞാൻ തിരുത്തിയിട്ട്, അതായത് നമ്മളിപ്പം 2025-26 ബഡ്ജറ്റ് ഒന്ന് സങ്കല്പിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. റവന്യൂ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വരവാണ് കേട്ടോ, റെസിപ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് റെസിപ്റ്റ് ഏതെന്നാണ് ചോദ്യം, ലാർജസ്റ്റ് ഐറ്റം. ഇവിടെ ആൻസർ ഏത് വരും? ഇൻകം ടാക്സ് ആണ് ടാക്സസിൽ ഏറ്റവും വലുത്. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ നമുക്കറിയാം, ടാക്സിൽ തന്നെ എത്ര സ്ഥാനമേ ഉള്ളൂ, ടാക്സിൽ തന്നെ അതിന് 4ാം സ്ഥാനം കണ്ടാണ്. GST 2ാം സ്ഥാനത്താണ്. ഇതാ നോക്കേ, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് അല്ലേ. ടോട്ടൽ റെസിപ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ, റവന്യൂവും ക്യാപിറ്റലും കൂടെ എടുക്കുകയാണെങ്കിൽ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതാടെ? ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പെൻഡിച്ചറോട് നോക്കിയിട്ട് നമുക്ക് സമാനമായൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ നിങ്ങൾ റുപ്പി കംസ് ഫ്രം എന്നുള്ള പൈ ചാർട്ടാണ് കണ്ടത്. ഇതെന്താണെന്ന് നോക്കൂ, ഇത് റുപ്പി ഗോസ് ടു ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളടക്കം എന്താ, വരവും ചെലവുമാണ്. റെസിപ്റ്റും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറുമാണ്. റുപ്പി കംസ് ഫ്രം എന്നുള്ള ഏതിലാണ് വരുന്നത്, എന്തുമായിട്ട് ബന്ധപ്പെട്ട? റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ റുപ്പി ഗോസ് ടു എന്താണ്? റുപ്പി ഗോസ് ടു എന്ന് പറയുന്നത് എന്താണ്? റുപ്പി ഗോസ് ടു എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് 1 രൂപ സ്പെൻഡ് ചെയ്യുമ്പം ആ 1 രൂപയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാ ഇവിടെ നോക്കേ, ഈ ഫിഗർ ഒന്ന് ഞാൻ വലുതാക്കി കാണിക്കാം. ഇതാണ് 2025-26 ബഡ്ജറ്റിലെ റുപ്പി ഗോസ് ടുവിൻ്റെ പൈ ചാർട്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇനി ഇതിൻ്റെ അകത്ത് ഈ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് മാത്രമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കത്തില്ല ചോദ്യം വരുന്നത് കേട്ടോ. കാരണം ബഡ്ജറ്റിൽ എന്തൊക്കെ ഡേറ്റ ഉണ്ട്? ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, പിന്നെ ബഡ്ജറ്റിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോർഷൻ ആണെന്ത്, വരാൻ പോകുന്ന സാമ്പത്തിക വർഷം. അപ്പോൾ ചോദ്യം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കറണ്ട് ഫിനാൻഷ്യൽ ഇയറുമായിട്ട് ബന്ധപ്പെട്ട റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്നുള്ള ചോദ്യം വരാം, അല്ലെങ്കിൽ ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ആക്ച്വലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും വരാം. പക്ഷേ ഏത് ചോദ്യം എങ്ങനെ വന്നാലും ഞാൻ നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്യല്ലോ ഇവിടെ ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി നിങ്ങൾ ഇങ്ങനെ വിലയിരുത്താൻ അറിഞ്ഞിരിക്കണം. ഞാനിപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്നാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷേ അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കറണ്ട് ഫിനാൻഷ്യൽ, അതായത് 2025-26 പകരം 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഡേറ്റ വെച്ചിട്ടുള്ള ട്രെൻഡ് അനാലിസിസും ക്വസ്റ്റ്യനായിട്ട് വരാം. അല്ലെങ്കിൽ 2023-24 എന്നുള്ള ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. സോ അതിനായിട്ടും നിങ്ങൾ ഇതേ മോഡ് അല്ലെങ്കിൽ ഇതേ സ്ട്രാറ്റജി നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്താൽ മതിയെന്ന് ചുരുക്കം. ഓക്കെ, ഇങ്ങനെയാണ് ട്രെൻഡ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ 2025-26 ബഡ്ജറ്റിൽ നോക്കൂ, ഏറ്റവും വലിയ ഈ പൈ നോക്കിയിട്ട് ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഏതാണെന്ന് നോക്കേ, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഇതാണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. എത്ര പൈസ? 1 രൂപയിൽ 22 പൈസ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അടുത്തത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് 2ാം സ്ഥാനത്ത്. എത്ര? 20 പൈസ. ഞാൻ നേരത്തെ ആ ക്വസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു. സാധാരണ നിലയ്ക്ക് കൺവെൻഷനലി നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുന്നത്തെ വർഷം വരെയും സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ. കഴിഞ്ഞ ബഡ്ജറ്റ് തൊട്ട്, അതായത് 2024-25 ബഡ്ജറ്റ് തൊട്ട് ഈ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിനാണെന്ത് 1ാം സ്ഥാനം. സോ അങ്ങനെയാണ് എങ്കിൽ ആ പഴയ ക്വസ്റ്റ്യൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താവും നിങ്ങളൊന്ന് പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിലേക്ക് വരുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഐറ്റം ഏതാണ്? സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഏതാണ്? 2025-26 ബഡ്ജറ്റ് ആണെങ്കിലും ശരി, അതിന് തൊട്ട് മുന്നേ ഉള്ള 2024-25 ബഡ്ജറ്റ് ആണെങ്കിലും ശരി,
സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം മുമ്പുണ്ടായിരുന്ന പോലെ ഇത് പഴയ കീ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, വൺസ് ദ കോൺസെപ്റ്റ്സ് ആർ ആക്ച്വലി സെർവ്ഡ് ഇൻ ദ ക്ലാസ് ഇറ്റ് ഈസ് ആക്ച്വലി അപ്പോൺ യു ടു നറിഷ് ഓർ എൻറിച്ച് യുവർ നോളജ്. അപ്പോൾ കല്ലേ കൊത്തി വെച്ച നിയമമല്ല, നിങ്ങൾ ഈ പറയുന്ന പുതിയ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ അറിവിനെ അല്ലെ നിങ്ങളുടെ ഡാറ്റ അല്ലെ നിങ്ങളുടെ നോളജ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതൊക്കെ എന്ത് ചെയ്യും, മാറി വരും. ഒരു 3 വർഷം മുമ്പ് സിംഗിൾ ലാർജസ്റ്റ് ടാക്സ് എന്ന് പറയുന്ന കോർപ്പറേഷൻ ടാക്സ് ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ വരെ GST ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ എന്തായുടെ ഇൻകം ടാക്സ് ആയി. അപ്പോൾ അതിങ്ങനെ മാറി വരും. ഓക്കെ, അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ഡേറ്റഡ് ആവണമെന്നാണ് ചുരുക്കം. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ എന്നുള്ളത് ഇപ്പം നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ വെച്ച് കീ വെച്ച് പഠിച്ചിട്ട് പോയി ഓപ്ഷൻ എ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എഴുതിയാൽ നിങ്ങളുടെ ആൻസർ എന്താ, തെറ്റാണ്. ഏതാണ് ആൻസർ? ഇതിലില്ല, ഓപ്ഷനിലില്ല. ഏത് വരും ആൻസർ? ഇപ്പം ഞാൻ ഇവിടെ ഓപ്ഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. സോ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. മുമ്പത്തെ ആൻസർ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിരുന്നു. നൗ നോ മോർ ഇറ്റ് ഹോൾഡ്സ് ട്രൂ. അതിപ്പോൾ എന്തല്ല, ശരിയല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം, ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ ഇത്രയും അടങ്ങിയ ഈ ഭാഗം കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ വീഡിയോ കണ്ട ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സും ഫിസ്ക്കൽ പോളിസിയിൽ എന്താണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി, എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, ഇതൊക്കെ പറയും. അതോടുകൂടി ബഡ്ജറ്റിൻ്റെ സെഷൻ, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട PYQ സെഷൻ അല്ലെങ്കിൽ PYQs കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലായിരിക്കും ആ കണ്ടൻറ്റ് വരുന്നത്. സോ സി യു.